എന്റെ അമ്മ, ഞാൻ വിചാരിച്ചത് അവര് കോംപ്രമൈസ് ആയിന്നാ. ഇല്ല, കോംപ്രമൈസ് ഒന്നും ആയിട്ടില്ല. വെറും ബിൽഡപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അവരെന്തോ മാളുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാന്ന് ഞാനിത് ഇത്ര നാളുകൊണ്ട് കാണുന്നതമ്മ. ഇങ്ങനെ പോയാൽ ഒന്നിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ മാളു ഇപ്പൊ വന്ന്. കുഞ്ഞമ്മ ആരോടെ ഈ അനാവശ്യ കാര്യങ്ങൾ പറയുന്നേ? എന്നിട്ട് കുഞ്ഞമ്മക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ? അനാവശ്യോ? ഞാനിപ്പോ എന്താ അനാവശ്യം പറഞ്ഞത്? എന്റെ അച്ഛനും അമ്മ എനിക്ക് വാക്കാന്നാ അവരിനി ഒന്നിച്ചു പോകുന്നു. പിന്നെ എന്തിനാ കുഞ്ഞമ്മ ഇങ്ങനെ നാട്ടുകാരൊക്കെ വിളിച്ച കാര്യങ്ങൾ പറയുന്നേ? എന്റെ പൊന്നു മോളെ, നീ നിന്റെ അച്ഛനും അമ്മേനെയും കണ്ണടച്ച് വിശ്വസിക്കല്ലേ. അവര് നിന്റെ അടുത്ത് കള്ളം പറയാ. അവര് കോംപ്രമൈസ് ഒന്നും ആയിട്ടില്ല എന്ന് കുഞ്ഞമ്മ പറഞ്ഞാ മതിയോ? വേണ്ട, ഞാൻ പറയണില്ല. ഇതാ നിന്റെ അമ്മ നേരിട്ട് തന്നെ ചോദിക്കും. മോൾ ഒറ്റയ്ക്കാണോ വന്നേ? അച്ഛനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ എങ്ങോട്ടോ പോയി. എന്നാ ചെന്ന് ഫ്രഷ് ആവും. അമ്മ അച്ഛനായിട്ട് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? അമ്മ കള്ളം പറയല്ലേ. എന്റെ മാളു, ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? കേട്ടല്ലോ, ഇപ്പൊ കുഞ്ഞമ്മയുടെ സംശയം മാറിയില്ലേ? എനിക്കൊരു സംശയമില്ല. ഇതുപോലെ എന്തായാലും മുഖത്തൊക്കെ കള്ളം പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. മാളു, നീ പറയുന്ന കേക്ക്. കയറി ചെല്ല്. അമ്മ അങ്ങോട്ട് വരാം. മോള് ചെല്ല്. മോള് ചെല്ല്. എന്നിട്ടേ അച്ഛൻ വരുമ്പോ ചോദിക്കേ കോംപ്രമൈസ് ആയോന്ന്. നിന്റെ അച്ഛൻ എന്തായാലും സത്യം പറയും. നിനക്ക് എന്താ അഞ്ജു? മാളു ഓൾറെഡി ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി ഇതൊക്കെ പറയേണ്ട ആവശ്യം നിനക്ക് എന്തായിരിക്കുന്നത്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? അങ്ങനെ എല്ലാ സത്യവും എല്ലായിടത്തും പറയാൻ കൊള്ളില്ല. അവള് വെറുതെ വിട്. അവള് കുഞ്ഞല്ലേ. നിനക്ക് ദേഷ്യം എന്നോടല്ലേ? അത് എന്നോട് തീർക്ക്. സത്യം പറഞ്ഞ ഞാനിപ്പോ കള്ളിയായി. എങ്കിൽ പിന്നെ സത്യം മാളുവിനെ അറിയിച്ചിട്ട് തന്നെ കാര്യം. പറഞ്ഞിട്ട് എന്തിനാ? വേണ്ട, അറിയണ്ട. അവിടെ നില്ലേ. എവിടെ പോണ്? നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തിന് രണ്ടു വഴിക്കാണെന്ന് എന്റെ അമ്മയെ ഫോൺ വിളിച്ച് പറയുന്നത് മാളു കേട്ടു. അതൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് ഏട്ടത്തി തിരുത്തി പറഞ്ഞു. എടി, നീ ഇതൊക്കെ എന്തിനാ അമ്മേനെ വിളിച്ച് പറയണേ? എന്റെ അമ്മ വയ്യാണ്ടിരിക്കുക. എന്തേലും സന്തോഷമുള്ള വാർത്ത കേൾക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിതൊക്കെ വിളിച്ചു പറഞ്ഞത്. അമ്മയ്ക്ക് സന്തോഷായി, പക്ഷെ മാളുവിന്റെ മുമ്പിൽ ഞാൻ കള്ളിയായി. നീ അത് വിടഞ്ചു, കൊച്ചുകുട്ടിയല്ലേ. അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന് സത്യം ഞാൻ മാളുവിനെ അറിയിക്കുകയും ചെയ്യും. എന്റെ കള്ളി എന്നുള്ള പട്ടം ഞാൻ ഒഴിവാക്കുകയും ചെയ്യും. സ്വന്തം ഭാര്യ മറ്റുള്ളവരുടെ മുമ്പിൽ കള്ളിയാകുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ല കുഴപ്പമുണ്ട്. തെളിവ് സഹിതം ഞാൻ മാളുവിനെ ബോധിപ്പിക്കും. എന്നിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. ഇവളൊരു സമാധാനം തരില്ല. കച്ചട്ടി ഇറങ്ങിയേക്കാണ്.